മറ്റൊരു പ്രധാന വാർത്ത ഇന്നത്തെ ദിവസം കണ്ടത് നെന്മാറ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. കേസിലെ പ്രതി ചെന്താമരയെ റിമാൻഡ് ചെയ്തു. ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഫെബ്രുവരി 12 വരെയാണ് റിമാൻഡ് കാലാവധി. സച്ചിൻ വള്ളിക്കാട് നൽകും സമഗ്ര വിവരങ്ങൾ. നാടിനെ നടുക്കിയ കൊടും കുറ്റവാളി നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് 14 ദിവസത്തേക്ക് കൊടും കുറ്റവാളിയായ ചെന്താമരയെ റിമാൻഡ് ചെയ്തത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് SP-യുടെ നേതൃത്വത്തിൽ കൃത്യമായ ചോദ്യം ചെയ്യലുകൾ ആരംഭിച്ചിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട SP കൃത്യമായി ചെന്താമരയെ പിടികൂടിയതിൻ്റെ വിവരങ്ങളും അതേപോലെ തന്നെ ചെന്താമരയെക്കുറിച്ച് കൊടും കുറ്റവാളിയാണ് ചെന്താമര എന്ന കാര്യമടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. കടുവയെ പോലെ മനസ്സുള്ള കൊടും ക്രൂരനായ ഒരു കുറ്റവാളിയാണ് ചെന്താമര. അതിനാൽ തന്നെ യാതൊരു കുറ്റബോധവും പശ്ചാത്താപവും പ്രതിക്കില്ല. കുറ്റം ചെയ്തതിനെ കുറിച്ച് പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഒരു കൂസലും ഇല്ലാതെയാണ് മറുപടി നൽകിയത് എന്ന കാര്യങ്ങളൊക്കെ SP മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 ആലത്തൂർ DYSP-യുടെ സാന്നിധ്യത്തിൽ വൈദ്യപരിശോധന അടക്കം നടത്തി 4:30 ആലത്തൂർ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. തുടർന്ന് കോടതി നടപടികൾ ആരംഭിച്ചു. അതിനുശേഷമാണ് കോടതി ഹാജരായ പ്രതിയോട് മജിസ്ട്രേറ്റ് ചില കാര്യങ്ങൾ ചോദിച്ചു. എന്നാൽ കുറ്റം താൻ ഒറ്റക്കാണ് ചെയ്തത്, തനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല എന്ന കാര്യം കോടതിക്ക് മനസ്സിലാവുകയും ചെയ്തു. തുടർന്നാണ് 14 ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്തത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടുന്നത്. സമീപത്തെ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം സമീപത്തെ മലനിരയിലേക്ക് ഒളിവിൽ പോയിരുന്ന പ്രതി ഇന്നലെ രാത്രിയോടുകൂടെ ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് വന്നപ്പോഴാണ് പോലീസ് കൃത്യമായ രീതിയിൽ പ്രതിയെ പിടികൂടിയത്. ഇന്നലെ രാത്രിയിൽ തന്നെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പുലർച്ചയോടുകൂടിയാണ് ആലത്തൂർ സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചത്. ആലത്തൂർ സ്റ്റേഷനിൽ നിന്നും റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കിയതിന് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. അതിനുശേഷം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാവ്യ. ശരി, സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട് നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.